മാളു സ്വീറ്റ് ആൻഡ് സ്പൈസി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു തൊടുകറിയാണ്. ഇഞ്ചിപ്പുളി, പുളിഞ്ചി എന്നൊക്കെ പറയും. അപ്പം നല്ല ടേസ്റ്റായിട്ട് പുളിഞ്ചി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുളിഞ്ചി തയ്യാറാക്കാനുള്ള ഇഞ്ചി ആദ്യം പൊടിയായി അരിഞ്ഞെടുക്കാം. ഇപ്പം ഇഞ്ചിയെല്ലാം പൊടിയായി അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പച്ചമുളക്, ഉള്ളിയും അരിഞ്ഞെടുക്കാം. ഇനി പുളി പിഴിഞ്ഞെടുക്കാം. 75 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കാം. ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞതും 8 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതീയിൽ നന്നായി വറുത്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 3.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 80 ഗ്രാം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായംപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കാം. അവരവരുടെ പാകത്തിനനുസരിച്ച് കുറുക്കി വറ്റിച്ചെടുക്കാം. ഇത് പാകത്തിന് കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കുക. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് നന്ദി.